بسم الله والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞത് ഈ ആയത്താണ്. ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. അപ്പോ ഖൽബും മുനീബുമായി അള്ളാഹുവിന്റെ അരികിൽ വന്നവരോട് പറയുന്നു, ഉദ്ഖുലൂഹ, നിങ്ങൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കുക. ആ ഹ എന്ന ളമീർ മടങ്ങുന്നത് വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിലുള്ള ജന്നത്തിലേക്കാണ്. ഉദ്ഖുലൂഹ, ആ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക. ബിസലാമിൻ, ബിസലാമിൻ എന്ന് പറയുമ്പോ ബാ ഒന്ന് മഅയ്യത്തിന്റെ ബാ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് വരിക? ഐ ദുഖൂലൻ മഖ്റൂനൻ ബിസ്സലാമത്തി മിനൽ ആഫാത്തി വശുറൂർ. ആ പ്രവേശനം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഉണ്ട്. എന്താണുള്ളത്? ബിസ്സലാമ, സലാമത്തുണ്ട്. സലാമത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്, സുരക്ഷിതത്വമാണ്. അത് ഏതിൽ നിന്നുള്ള സംരക്ഷണമാണ്? മിനൽ ആഫാത്തി വശുറൂർ, ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നുമാണ്. ഇനി ഭൂലോകവാസത്തിനിടയിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നതുപോലുള്ള യാതൊരു തരത്തിലുള്ള ആപത്തുകളോ അല്ലെങ്കിൽ തിന്മകളോ നിങ്ങൾക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ടി വരില്ല. മഅ്മൂനൻ ഫീഹി, ആ സ്വർഗത്തിൽ നിർഭയമാണ്. ഏതിനെ കുറിച്ച് നിങ്ങൾക്ക് പേടി വേണ്ട, നിങ്ങൾക്ക് പൂർണ്ണമായ അമ്ന് നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കും. ജമീഅ മക്കാരിഹിൽ ഉമൂർ, കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വെറുപ്പുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായ നിർഭയത്വത്തോട് കൂടിയിട്ടുള്ളതാണ്. ആ നിർഭയത്വവും അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ സലാമത്ത് മിനൽ ആഫാത്തി വശുറൂർ ഉണ്ട്. അതിന് മുഖാബിലായി വരുന്ന അമ്നുണ്ട്. ആ അമ്ന് ജമീഅ മക്കാരിഹിൽ ഉമൂർ, നമുക്ക് കുറുഹുണ്ടാകുന്ന, വിഷമമുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമുക്ക് നിർഭയത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം ഖിതാഅ ലിനഈമിഹിം, അവർക്ക് ആ സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന നിഅമത്തുകൾ, നഈമുകൾ, അനുഗ്രഹങ്ങളാകട്ടെ അല്ലെങ്കിൽ ആനന്ദങ്ങളാകട്ടെ. നഈം എന്ന് പറഞ്ഞാൽ ആനന്ദദായകമായ കാര്യത്തിനാണ് നഈം എന്ന് പറയാം. ജന്നാത്തുൻ നഈം, സ്വർഗത്തെ കുറിച്ച് അങ്ങനെയാണ് പറയാം. സ്വർഗം നഈമിന്റേതാണ്.
സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയുമാണ്. സന്തോഷിക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതൊക്കെ അവിടെ ഉണ്ട്. ആനന്ദിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ആ നഈം ഇനി ഒരു കാരണവശാലും മുറിഞ്ഞു പോകില്ല. ലിനഈമിഹിം, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നഈമുകൾ. വലാ കദറ വലാ തൻഗീസ്, അവിടെ യാതൊരു തരത്തിലുള്ള കലക്കുമില്ല. മറിച്ച് വളരെ സ്വച്ഛമായ തെളിമയാർന്ന ജീവിതമാണ്. ആ ജീവിതത്തിന്, സ്വച്ഛമായ ആ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ കാലുഷ്യമുണ്ടാക്കുന്ന അല്ലെങ്കിൽ കലക്ക് ഉണ്ടാക്കുന്ന ഒന്നും അതിലില്ല. കെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലക്ക് എന്ന് തന്നെയാണ്. വെള്ളമൊക്കെ കലങ്ങുന്നതിനാണ് കെദർ എന്ന് പറയാം. വലാ തൻഗീസ്, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിക്കലില്ല. തൻഗീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യവും അവിടെ വരില്ല. അതുകൊണ്ട് തന്നെ ദാലിക യൗമുൽ ഖുലൂദ്, അതാണ് ഖുലൂദിന്റെ യൗമ്. ദാലിക്, അതാണ്. ആ ദാലിക എന്ന് പറയുന്ന ഇസ്മുൽ ഇഷാറ, ഇഷാറത്താക്കുന്നത്. വഖ്തു ദുഖൂലിഹിം അൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ പ്രവേശിക്കുന്ന ആ സമയത്തിലേക്കാണ് അവിടെ ഇഷാറത്ത്. സ്വർഗത്തിൽ അവർ പ്രവേശിക്കുന്ന ആ ഘട്ടം, അത് യൗമുൽ ഖുലൂദ്, ഖുലൂദിന്റെ ഘട്ടമാണ്, ഖുലൂദിന്റെ ദിവസമാണ്. അല്ലദീ ലാ സവാല ലഹു വലാ മൗത്ത്. ഖുലൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനശ്വരാവുക. ഖുലൂദിനെ വിശദീകരിക്കാൻ വേണ്ടി അത് അറിയുന്ന വാക്കാണ്. എന്നാൽ പോലും പറഞ്ഞു അല്ലദീ ലാ സവാല ലഹു, അതിന് യാതൊരു സവാലുണ്ടാവില്ല. ഇനി അത് നീങ്ങിപ്പോകുന്ന പ്രശ്നമല്ല, അതിൽ കയറാൻ കഴിയാന്നുള്ളതാണ്. കയറിയാൽ പിന്നെ ആ സ്വർഗം നീങ്ങൂല, ആ സ്വർഗത്തിലുള്ള നഈമുകൾ നീങ്ങൂല. ആ സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾ അവിടെ നിന്ന് അവർ നീങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. സ്വർഗമില്ലാതാവില്ല. സ്വർഗത്തിലുള്ള അവരുടെ ഐശ്, അവരുടെ ജീവിതം അതവസാനിപ്പിക്കൂല. അവർക്ക് സ്വന്തമായി ഇനി ഇവിടുന്നൊന്ന് അങ്ങോട്ട് മാറണം എന്നൊരു തോന്നലും ഉണ്ടാവില്ല. കുറെ കാലം ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുമ്പോണ്ടല്ലോ ഒന്ന് മാറണം, ഒരു മാറ്റം വേണം. അങ്ങനെ ഒരു തരത്തിലുള്ള മാറ്റവും ലാ ഹിവൽ, ലാ യബ്തഗൂന ഹിവല, ലാ യബ്ഗൂന ഹിവല, അവിടെ നിന്ന് ഒരു മാറ്റത്തിന് വേണ്ടി അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് പോകണം എന്നവർ ആഗ്രഹിക്കൂല. പുതുമ നഷ്ടപ്പെടാതെ, മടുപ്പ് വരാതെ, ആ ആനന്ദം വീണ്ടും വീണ്ടും പുതിയ പുതിയ ആനന്ദങ്ങൾ ലഭിച്ചുകൊണ്ട് അവിടെ തന്നെ അവർ തുടരുകയേ ചെയ്യുള്ളൂ. വലാ മൗത്ത്, അവർക്ക് അവിടെ മരിക്കേണ്ടി വരില്ല. വലാ ശൈഅ മിനൽ മുഖദ്ദിറാത്ത്, കദർ ഉണ്ടാക്കുന്ന, കാലുഷ്യമുണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നും അവിടെ ഉണ്ടാവില്ല. കദർ, മുഖദ്ദിറാത്ത് എന്നുള്ള നേരത്തെ പറഞ്ഞ വലാ കദർ എന്ന് പറഞ്ഞതിന്റെ തഫ്ഈൽ വസനാണ്, ഫഅല വസനാണ്. അതിൽ നിന്നുള്ള ഇസ്മു ഫാഇല്, അതിന്റെ മുഖദ്ദിർ, മുഖദ്ദിറത്ത്, മുഖദ്ദിറാത്ത് അങ്ങനെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞതാണ്. അതിനുശേഷം പറഞ്ഞു ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. അല്ലാഹു അക്ബർ. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ലഹും, അവർക്കുണ്ട്, അഥവാ സുഹാബുൽ ജന്ന, അവർക്കുണ്ട്. എന്താണ് അവർക്ക് ലഭിക്കുക? മാ യശാഊൻ, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് മുഴുവനുണ്ട്. ഫീഹ, അവിടെ, അവിടെ അവർ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ ഉദ്ദേശിച്ചത് അത് മുഴുവനും അവർക്ക് കിട്ടും. ഐ എന്ന് വെച്ചാൽ അവർക്കുള്ളത് കുല്ലു മാ തഅല്ലഖത് ബിഹി മശീഅത്തുഹും, കുല്ലു മാ തഅല്ലഖത് ബിഹി മശീഅത്തുഹും, അവരുടെ മശീഅത്ത്, അവരുടെ ഉദ്ദേശം, അവരുടെ ആഗ്രഹം ഏതൊന്നുമായി ബന്ധപ്പെട്ടുവോ അത് മുഴുവനും അവർക്ക് കിട്ടിയിരിക്കും. ഒരാൾക്ക് വേണ്ടത് ഭക്ഷണമാണ്. ഏത് തരം ഭക്ഷണം അയാൾ ആഗ്രഹിച്ചാലും അത് അയാൾക്ക് അവിടെ കിട്ടും. ഒരാൾക്ക് വേണ്ടത് വലിയ വീടുകളാണ്. ഏത് തരത്തിലുള്ള വീട് വേണമെങ്കിലും അയാൾക്ക് കിട്ടും. ഒരാൾക്ക് വേണ്ടത് ഇണകളാണ്. അയാൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇണകൾ അയാൾക്ക് അവിടെ കിട്ടും. ഒരാൾക്ക് വേണ്ടത് നല്ല വാഹനങ്ങളാണ്. അത് എല്ലാം അയാൾക്ക് അവിടെ കിട്ടും. അപ്പൊ അവരുടെ മശീഅത്ത് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ട്.
നമുക്ക് ആഗ്രഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. കാരണം ആഗ്രഹിക്കാൻ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ നമ്മുടെ മുൻകാല ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ആനന്ദമായി സന്തോഷമായി നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അതിനപ്പുറവും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഏതായിരുന്നാലും നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചു അതൊക്കെ അവിടെ കിട്ടും. ഭാര്യമാരാണെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, വിശ്വാസത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, സൽക്കർമ്മത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇണകളെ നമുക്ക് അവിടെ തന്നെ തരും. ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ കിട്ടും, ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ കിട്ടും, മക്കളാണെങ്കിൽ മക്കളെ കിട്ടും. പക്ഷെ അവരെന്തു വേണം? ഈമാനിലും അമലു സ്വാലിഹായത്തിലും അവരെ പിന്തുടർന്നിട്ടുള്ളവരാണെങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അത്തരക്കാരായ വിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ദുർരിയാത്തുകളെ അവരിലേക്ക് തന്നെ ചേർക്കും. അതിനു പുറമെ സ്വർഗത്തിൽ നിന്നുള്ള ഹൂറുകൾ വേണം, അത് തരും. സവ്വജ്നാഹും, അവർക്ക് നാം ഇണകളാക്കി നിശ്ചയിച്ചു കൊടുക്കും. ഹൂറുൻ ഈൻ, നല്ല നല്ല തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയ, കണ്ണിന്റെ വെള്ള ഭാഗം നല്ല വെളുപ്പ്, കറുത്ത ഭാഗം നല്ല കറുപ്പ്, അങ്ങനെയുള്ള സ്ത്രീകൾ. ലം യത്മിസുഹുന്ന ഇൻസുൻ ഖബ്ലഹു വലാ ജാൻ, അവരെന്ന് പറഞ്ഞാൽ അത്രമേൽ കന്യകമാരാണ്. മനുഷ്യരോ ജിന്നുകളോ അവരെ സ്പർശിച്ചിട്ടേ ഇല്ല. ഹൂറും മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അവര് കണ്ണ് നല്ല തെളിഞ്ഞ കണ്ണുള്ളവരാണ്. മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, അവർ പുറത്തൊന്നും കാണുന്നവരല്ല. അവര് റൂമുകളിൽ, അവരുടെ സ്വകാര്യമായിട്ടുള്ള ക്യാബിനുകളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. അങ്ങനെ എല്ലായിടത്തും പുറത്തു പോയി വഷളായി വന്നവരല്ല അവര്. ആരും മോഹിച്ചു പോകുന്ന അങ്ങനെയുള്ള ഇണകളെ കിട്ടും. പഴാണ് വേണ്ടത്, ഭക്ഷണം പഴാണ് പറഞ്ഞാൽ ആ പഴങ്ങൾ മുന്നിലേക്ക് വരുമ്പോ ഉത്തൂബിഹി ഇത് നമുക്ക് നേരത്തെ കിട്ടിയതല്ലേ എന്ന് തോന്നും. അല്ല, ഉത്തൂബിഹി മുത്തശാബിഹ, ഇതേപോലത്തതായിരുന്നു അത്. അതും ഇതും എൻറ്റയർലി ഡിഫറന്റ് ആണ്. കാണുമ്പോ ഒന്നാന്ന് തോന്നുന്നു മാത്രം. എന്ത് വേണമെങ്കിലും എന്താണോ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നത്, ആനന്ദത്തിന് വേണ്ട, സന്തോഷത്തിന് വേണ്ട, ഹാപ്പിനെസ്സിന് വേണ്ട എല്ലാം സ്വർഗത്തിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് കുല്ലുമാ തഅല്ലഖത് ബിഹി മശീഅത്തുഹു. തഅല്ലഖ എന്ന് പറയുന്നതിന്റെ ഫാഇൽ മശീഅത്താണ്. അതുകൊണ്ടാണ് തഅല്ലഖത് തഅനീസ് ചേർത്തിട്ടുള്ളത്. ബന്ധപ്പെട്ടിരിക്കുന്നു. തഅല്ലഖു എന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്തിരിക്കുന്നു. മശീയത്ത്, അവരുടെ വിൽ, അവരുടെ ആഗ്രഹം, അവരുടെ ഉദ്ദേശം ഏതൊന്നുമായി ബന്ധപ്പെട്ട വസ്തു ആർക്കും കിട്ടും. ഫഹുവ ഹാസിലുൻ ഫീഹ, ഫഹുവ ആ കാര്യം, ഹുവ എന്നുള്ള ലമീർ മടങ്ങുന്നത് കുല്ലുമ എന്ന് പറഞ്ഞ മായിലേക്കാണ് മടങ്ങുന്നത്. അത് ഹാസിലുൻ, അതവർക്ക് ഹാസിലാകും, അതവർക്ക് അവർക്ക് അത് സഫലീകരിച്ചു കിട്ടും. ഹസല, ഹുസൂല്, സഫലീകരിക്കുക, കിട്ടുക. ഹസല ഹസുലു, കിട്ടി എന്നാണ് വാക്കിന്റെ അർത്ഥം. സഫലീകരിക്കുക, ആഗ്രഹത്തിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ അത് സഫലീകരിക്കുക, അത് സഫലീകരിക്കപ്പെടും. ഫീഹ ഫിൽ ജന്ന, അതിനു പുറമെ വലഹും ഫൗഖ ദാലിക മസീദ്, വലഹും അവർക്കുണ്ടായിരിക്കും. ആഗ്രഹിച്ചത് മുഴുവനും തന്ന പിന്നൊന്നും പറയാനില്ലല്ലോ. എന്നാൽ അതിന്റെ പുറമെ അള്ളാഹു പറയുന്നു വലഹും, അവർക്കുണ്ട് ഫീഹ ഫൗഖ ദാലിക്, ആ സ്വർഗത്തിൽ അവർക്ക് അതിനു മീതുള്ള കാര്യമുണ്ട്. അവർക്ക് ആഗ്രഹിക്കാൻ കഴിയാത്തത് അത് അള്ളാഹ് വേറെ കൊടുക്കും. നമുക്ക് ആഗ്രഹിക്കുന്നതിനുള്ള പരിമിതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്കറിയാവുന്ന കാര്യങ്ങളിലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഭൂലോകവാസത്തിനിടയിൽ കണ്ടതും കേട്ടതും ആഗ്രഹിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഭാവനകളിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ചിലതൊക്കെ നമ്മുടെ ഭാവനയിൽ വന്നു പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ കണ്ണ് ഇന്നോളം കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയിലും ഇന്നോളം കേട്ടിട്ടില്ലാത്ത, മനുഷ്യരുടെ ഭാവനകളിൽ അവരുടെ ബുദ്ധിയിൽ ഇന്നോളം ഉദിച്ചിട്ടില്ലാത്ത സുഖസൗകര്യങ്ങളാണ്
അവർക്കവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഹദീസിൽ തന്നെ നസ്വായി പറഞ്ഞിട്ടുള്ളത്. മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും ഇന്നോളം കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവർക്കവിടെ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇന്നോളം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ മനസ്സിൽ ഇന്നോളം തോന്നിയിട്ടില്ലാത്ത, അവന്റെ ഭാവനയിൽ വന്നിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു നൽകും. ഐ അഥവാ സവാബുൻ, അവർക്ക് സവാബുണ്ടായിരിക്കും. മസീദ്, മസീദ് എന്ന് പറഞ്ഞാൽ വർധനവ് എന്നാണ്, അലവൻസ് എന്നാണ്, ബോണസ് എന്നാണ്. ബോണസിനാണ് ശരിക്കും മസീദ് എന്ന് പറയാ. സാദ യസീദ് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ മീമിയായ മസ്തറാണ് മസീദ്. അവർക്ക് സിയാദത്തുണ്ട്. ആ സിയാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ സവാബുൻ, അവർക്ക് അള്ളാഹു സവാബ് കൊടുക്കും. യമുദ്ദുഹും ബിഹിർ റഹ്മാനുർ റഹീം, യമുദ്ദുഹും അവർക്ക് അത് പ്രോക്യൂർ ചെയ്തിട്ട് കൊടുക്കും, അവർക്ക് ഇംദാദ് ചെയ്തു കൊടുക്കും. അവർക്ക് കൂടുതലായിട്ട് അവരെ പോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവർക്ക് കൊടുക്കും. ബിഹി, ആ സവാബ്, ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ബോണസ്, അത് അള്ളാഹു അവർക്ക് പ്രോക്യൂർ ചെയ്തു കൊടുക്കും. ആരാണ് കൊടുക്കുന്നത്? റഹ്മാനും റഹീമുമായ അള്ളാഹ്. എല്ലാ റഹ്മത്തിന്റെ ഉടമയാണ് അവൻ. ആ റഹ്മത്ത് അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് കയ്യും കണക്കുമില്ലാതെ, ഹിസാബില്ലാതെ, യർസുഖുഹും ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ കൊടുക്കുന്നവനാണ്. റഹ്മത്തിന്റെ ഉടമയായിട്ടുള്ളവൻ, റഹ്മത്ത് ചെലവഴിക്കുന്നവനായവൻ ആ അള്ളാഹു, റഹ്മാനും റഹീമുമായ അള്ളാഹു, അവർ ഈ ദുനിയാവിൽ അവനെ അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും അവനെ അനുസരിക്കുകയും അവന്റെ വിലക്കുകളിൽ മാനിക്കുകയും ചെയ്ത് ജീവിച്ചതിന് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ ഭാഗമാണ്. പ്രതിഫലം ഇരട്ടി ഇരട്ടിയായിട്ടാണ് കൊടുക്കുക. ആഗ്രഹിച്ചത് മുഴുവൻ കൊടുക്കുന്നു, അവർക്ക് അതിനു പുറമെ മസീദ്, അധികരിച്ച കൂടുതലായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നു. ആ അധികരിച്ച പ്രതിഫലം എന്നത് മിമ്മ ലാ ഐനുൻ റഅത്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മിമ്മ ഒന്നിൽപ്പെട്ടതാണ്. അത് നമുക്ക് ആ മസീദ് എന്ത് എന്നുള്ളത് പറയാൻ വേറെ വാക്കുകളില്ല. ഇങ്ങനെ മാത്രമേ ഹദീസിൽ വിശദീകരിച്ചു തന്നിട്ടുള്ളൂ. അത് തന്നെയാണ് അതിലുള്ള ഏറ്റവും അവസാനത്തെ വിവരണവും. ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ്. വലാ ഉദുനുൻ സമിഅത്, ഒരു ചെവിയും ഇതുവരെയും കാണാത്തതാണ്, കേൾക്കാത്തതാണ്. ഐന് ഉദുന് പോലെ ശരീരത്തില് പേരായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും സ്ത്രീലിംഗമായിട്ടാണ് അറബിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഐനുൻ റഅത്, റഅത്ത് എന്നുള്ള സ്ത്രീലിംഗ രൂപത്തിലെടുത്തത്. ഉദുനുൻ സമിഅത്, അതിനെ സ്ത്രീലിംഗ രൂപത്തിലെടുത്തിട്ടുള്ളത്. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ ഹൃദയത്തിലും ഖാത്തിറത്തായിട്ട്, ചിന്തയായിട്ട്, ഭാവനയായിട്ട് ഇന്നേ വരെ വന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഖത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളാണ്, നമ്മുടെ ഭാവനാവിലാസങ്ങളാണ്, തോന്നലുകളാണ്. തോന്നലുകൾക്കാണ് ഖാത്തിറത്ത് എന്ന് പറയാം. ഖത്തർ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം അതിനുണ്ട്, അപകടം. അതാണ് നമുക്ക് പെട്ടെന്ന് നമുക്കറിയണ അർത്ഥം. കാരണം എല്ലാ കറണ്ടും പെട്ടിമേൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഉറുദുവില് ഖത്തർ. അത് കണ്ടുകൊണ്ട് നമുക്ക് ഖത്തർ ഖത്തർ എന്ന് പറയുമ്പോൾ ആകെ നമ്മുടെ മനസ്സിൽ വരുന്നത് അപകടം എന്നാണ്. അതല്ല ഇവിടുത്തെ അർത്ഥം. ഖത്തറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നി. അപ്പൊ തോന്നുക, മനസ്സിൽ ഉദിച്ചിട്ടുള്ള നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ ഭാവനാ വിലാസങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അലാ ഖൽബി ബശർ, ഖൽബു ബശർ, മനുഷ്യന്റെ ഹൃദയത്തിൽ. മനുഷ്യ ഹൃദയത്തിൽ ഇന്നോളം വന്നിട്ടില്ലാത്ത, ഭാവനയിൽ ഉദിച്ചിട്ടില്ലാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് അധികമായി നൽകും. وأعظم ذلك وأجله وأفضله النظر إلى وجه الله الكريم. അതാണ് അതിൽ അടിവരേണ്ടത്. وأعظم ذلك ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر എന്ന് പറഞ്ഞ ആ ഇനത്തിൽപ്പെട്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്.
ആ കാര്യങ്ങളിൽ ഏറ്റവും ആഴമായിട്ടുള്ളത്, ആ കാര്യങ്ങളിൽ ഏറ്റവും അജൽ മഹത്തരമായിട്ടുള്ളത്, ഏറ്റവും വലുത്, ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, അഫ്ളലു അതിലേറ്റവും അഫ്ളൽ ശ്രേഷ്ഠമായിട്ടുള്ളത്, അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ മുഖം, അവന്റെ വജ്ഹ്, ആ വജ്ഹിലേക്ക് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി കണ്ട് ആനന്ദിക്കാൻ, ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ഈ ആയത്തിനെ ഇബ്നു കസീറിനെ പോലെയുള്ള മറ്റ് മുഫസ്സിറുകളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് സൂറത്തു യൂനുസിലുള്ള ആയത്തുമായിട്ടാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ദുനിയാവിൽ ഇഹ്സാൻ ചെയ്തിട്ടുള്ള ആളുകൾ, ഇസ്ലാമും ഈമാനും ഇഹ്സാനും അങ്ങനെ ദീനിന്റെ പ്രാഥമികവും ദ്വിതീയവും തൃതീയവുമായ തലങ്ങളിലേക്ക് ഉയരാൻ പറ്റിയിട്ടുള്ള നല്ലവരായ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ, അവർക്ക് അവിടെ ഹുസ്ന ഏറ്റവും ഉത്തമമായ ഉദാത്തമായ പ്രതിഫലമുണ്ട്. വസിയാദ അതിന് പുറമെ അള്ളാന്റെ ഭാഗം ഒരു ബോണസ് വേറെ ഉണ്ട്. ആ ബോണസ്, ആ സിയാദത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിലങ്ങ് നമ്മൾ പെട്ടുപോകും. അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കാനുള്ള ആ ഭാഗ്യാണ്. അത് ആ മസീദിലെ ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് മാത്രമുള്ളൂ എന്ന് നിങ്ങൾ ലാ ഹസ്റൻ, ഹസ്റായിട്ട് മനസ്സിലാക്കരുത്. മറിച്ച് അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് കാരണം നമ്മളെ കണ്ടിട്ടില്ലല്ലോ, പറയാൻ കഴിയില്ല. നമ്മളെ ചെവി കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് വർണ്ണിക്കാൻ കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൽ, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ, മനസ്സിൽ ഇന്നോളം വന്നിട്ടില്ലാത്തൊരു ഭാവനയിൽ വരാത്ത കാര്യമാണല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ കാട്ടുക, നമുക്കൊന്നും പറയാൻ പറ്റൂല. അതൊരുപാട് കാര്യങ്ങൾ അങ്ങനത്തെ നമുക്ക് തരും. പക്ഷെ ആ തരുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിലും ഇന്നോളം തോന്നിയിട്ടില്ലാത്ത ഈ കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതിശ്രേഷ്ഠമായിട്ടുള്ളത്, അളമുഹു അജല്ലുഹു അഫ്ളലുഹു, അതിൽ ആഴമായിട്ടുള്ളത്, അതിലേറ്റവും വലുത്, അതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അന്നളർ, കണ്ണുകൊണ്ട് നോക്കലാണ്. നോക്കി കണ്ട് കണ്ണിറയെ ആസ്വദിക്കലാണ്, ആനന്ദിക്കലാണ്. എന്താണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്? വജ്ഹില്ലാഹിൽ കരീം, അള്ളാഹുവിന്റെ വജ്ഹിലേക്ക്, കരീമായ വജ്ഹിലേക്ക്. സ്വർഗസ്ഥരായ ആളുകൾ, അവർക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്ഥാനങ്ങളിൽ അവർ ഉപവിഷ്ടരായി കഴിയുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നീ ചോദിക്കൂ, നിങ്ങൾക്ക് എന്ത് വേണം ചോദിക്കൂ. അപ്പൊ അവർ പറയും, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ, ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾക്ക് നീ നൽകിയില്ലേ, ഇനി ഞങ്ങൾക്ക് അലം തുബയ്യിദ് വജ്ഹന, ഞങ്ങളെ എല്ലാ തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ലേ, ഇനി ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞങ്ങൾക്കിനി വേണ്ടത് അള്ളാഹു എന്നതിന്റെ തൃപ്തിയാണ് വേണ്ടത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഇങ്ങോട്ട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടു, നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടു, നിങ്ങൾ എന്നെ അറിഞ്ഞവരാണ്, എന്നിൽ വിശ്വസിച്ചവരാണ്, എന്റെ കൽപ്പനകളും എന്റെ വിലക്കുകളും മാനിക്കുകയും പാലിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് മീതെന്തെങ്കിലും നിങ്ങൾ ചോദിക്കുക. അങ്ങനെ അവർക്കൊന്നും പിന്നെ ചോദിക്കാൻ കിട്ടുന്നില്ല. അവസാനം അവരെല്ലാവരും കൂടി സ്വർഗസ്ഥരായ ആളുകൾ ആലോചിച്ച് അള്ളാഹുവിനോട് അവസാനം അവർ പറയാണ്, അവരാഗ്രഹം പറയുന്നത്, അള്ളാഹുവേ, ഇനി ഞങ്ങൾക്ക് ബാക്കിയുള്ളത് നിന്റെ മുഖം ഒന്ന് കാണണം, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തിനു മീതെ അവൻ വെച്ചിട്ടുള്ള ഒരു മറണ്ട്, ഹിജാബുണ്ട്, ഹിജാബുഹുൻ നൂർ. ആ മറ പ്രകാശത്തിൻ്റെതാണ്.
പ്രകാശത്താലുള്ളതാണ്. ആ പ്രകാശത്താലുള്ള മറ അള്ളാഹു നീക്കുകയാണെങ്കിൽ ലഅഹ്റഖത് സുബ്ഹാതു വജ്ഹിഹി മംതദ്ദ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി, അവന്റെ മുഖത്ത് നിന്നുണ്ടാകുന്ന സുബ്ഹാത്തുകൾ, ഒളികൾ, അവന്റെ ദൃഷ്ടിയെത്തുന്ന മുഴുവൻ സൃഷ്ടികളെയും കരിച്ചു കളയും. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ സ്വർഗത്തിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നുമില്ല, അത്തരം യാതൊരു പ്രശ്നമില്ലാതെ അവന്റെ മുഖത്ത് നിന്ന് അവന്റെ മുഖത്തിന്റെ ആ മറങ്ങ് നീക്കിക്കളയും. ഏറ്റവും സന്തോഷത്തോടു കൂടി അവർക്ക് യാതൊരു കാരുഷ്യമില്ലാതെ, പ്രശ്നമില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, ദുരിതമില്ലാതെ, ഒരു തിക്കില്ലാതെ, ഒരു തിരക്കില്ലാതെ അള്ളാഹനെ അവർക്ക് കാണാൻ പറ്റും. ആ കാഴ്ചയെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ലൈലത്തുൽ ബദർ ലാ തുളാമൂന ഫി റുയതിഹി. പൂർണ്ണചന്ദ്രനെ, പൗർണമി നാളിൽ പൂർണ്ണചന്ദ്രനെ തലക്കുമീതെ ഉദിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമോ? നിങ്ങളുടെ ആ കാഴ്ച ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തിക്കും തിരക്കും കൂട്ടണോ? വേണ്ടല്ലോ. എനിക്ക് ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് ശരിക്ക് കാണാം. എന്റെ തലക്കുമീതാണ് എന്റെ ചന്ദ്രൻ. ആ കാഴ്ച എപ്രകാരം സുഖപ്രദമാണോ, എത്രമാനം വ്യക്തമാണോ, എപ്രകാരം തിക്കും തിരക്കുമില്ലാതെ സൗകര്യപൂർവ്വം കാണാൻ പറ്റുമോ, ആ കാഴ്ചക്ക് സമാനമായ കാഴ്ചയുടെ സൗകര്യവും കാഴ്ചയുടെ വ്യക്തതയുമാണ് അവിടെ ഉപമിച്ചിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെ കാണാൻ പറ്റും? അള്ളാഹുവിനെ, അവന്റെ വജ്ഹിനെ, അവന്റെ വജ്ഹുല്ലാഹിൽ കരീം, അള്ളാഹിന്റെ വജ്ഹ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെ കാണുന്ന കാര്യത്തിൽ ഒരു അന്യായം ഉണ്ടാവില്ല. തമ്മിൽ തിക്കുകയോ തിരക്കുകയോ ചെയ്യേണ്ടി വരില്ല. അള്ളാഹുവിന്റെ വജ്ഹ് കണ്ടാൽ ഒരു സൃഷ്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ആഗ്രഹം അതാണ്. ഏറ്റവും വലിയ ആനന്ദം അതാണ്. തന്റെ സൃഷ്ടാവിനെ ഒന്ന് കാണുക. ഇതുവരെ ഓരോ സമയത്തും അള്ളാ 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 എന്ന് മാത്രം നമ്മൾ മനസ്സിലും നാവിലും ദിക്ർ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ, അള്ളാന്റെ അടിമയായ ഒരു അടിയാൻ, കണ്ടിട്ടല്ലല്ലോ അള്ളാഹിനെ നമ്മൾ അറിഞ്ഞത്. അവനെ കണ്ടിട്ടല്ല. അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അവനെ ഇതുവരെ നമുക്ക് കാണാൻ കിട്ടിയിട്ടല്ല. ഒരു നബിയും കണ്ടിട്ടില്ല. മുഹമ്മദ് നബി പോലും കണ്ടിട്ടില്ല. മൂസാ നബി ചോദിച്ചു നോക്കി, മൂസാ നബിക്ക് പറ്റിയിട്ടില്ല, മുഹമ്മദ് നബിക്ക് പറ്റിയിട്ടില്ല. അവരല്ലാഹനെ ഭയപ്പെട്ടത്, അവരല്ലാഹനെ ആരാധിച്ചത് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, ഗൈബിലാണ്. അവരല്ലാഹുവിൽ വിശ്വസിച്ചത് യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിലാണ്. ആ ഇതുവരെ ജീവിതകാലം അത്രയും ഇങ്ങനെ ഗൈബിൽ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹിനെ വിശ്വസിക്കുകയും അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന്റെ അടിമയായി നിലകൊള്ളുകയും ചെയ്ത ആ അടിയാൻ, അവന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം ആ അള്ളാഹിനെ മുന്നിൽ കണ്ടുകിട്ടണം എന്നുള്ളതാണ്. അത് കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അവനറിയാം ഈ സ്വർഗത്തിൽ ഇതുവരെ അവന് കിട്ടിയിട്ടുള്ള എല്ലാ നഈമുകളും, എല്ലാ ആനന്ദദായകമായ കാര്യങ്ങളും സന്തോഷപ്രദമായ എല്ലാ സുഖപ്രദമായ കാര്യങ്ങളും ഒന്നുമല്ല ഇതിന്റെ മുന്നിൽ. ഇതാണ് ഏറ്റവും വലുത്. ഇതിലും വലുത് വേറൊന്നില്ല. അത് കിട്ടുമ്പോ അതുവരെ സ്വർഗത്തിൽ അതാണ്, മറ്റതാണ്, മറിച്ചതാണ്, സ്വർഗത്തിൽ ഓരോന്നും കിട്ടുന്നത് ഒന്നിനൊന്ന് ഭേദപ്പെട്ടത്, ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് കൂടുതൽ സുഖപ്രദമായത്. പക്ഷെ അതെല്ലാം കൂടെ ഒരു ഭാഗത്തും അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം എന്നുള്ളത് മറുഭാഗത്തും വെച്ചാൽ ഇതാണ് അഅ്ളം വഅജൽ വഅഫ്ളൽ. ഇതിനേക്കാൾ വലുത് വേറല്ല, ഇതിനേക്കാൾ മഹത്തരം വേറല്ല, ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ മറ്റൊന്ന് വേറല്ല. വത്തമത്തുഉ ബിസമാഇ കലാമിഹി, മാത്രമല്ല വത്തമത്തുഉ, അവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ബിസമാഇ കലാമിഹി, അള്ളാഹുവിന്റെ സംസാരം, അവന്റെ വചനം കേൾക്കാനും പറ്റും.
ഇപ്പൊ മൂസാ നബി കേട്ടു. നമ്മളത് വളരെ കൗതുകത്തോടു കൂടി, ആർത്തിയോടുകൂടി മൂസാ നബി സീനാമലയിൽ വെച്ച് അള്ളാഹുമായി നടത്തിയ സംഭാഷണം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ സന്ദർഭത്തിൽ 7ാമത്തെ ആകാശത്തിന്റെയും മീതെ വെച്ച് അള്ളാഹു മുഹമ്മദ് നബിയുമായി നേരിട്ട് സംസാരിക്കുന്ന കാര്യം ഇസ്രാ മിഅ്റാജിന്റെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വളരെ കൗതുകത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി അള്ളാഹിന്റെ സംസാരം, പക്ഷെ നമുക്കത് ഇതുവരെ കേൾക്കാൻ പറ്റിയില്ല. നബിമാർക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല. അവിടെ സ്വർഗത്തിൽ വെച്ച് സ്വർഗസ്ഥരായ ആളുകൾ അള്ളാഹിന്റെ സംസാരം നേരിൽ കേട്ട് ആസ്വദിക്കുന്നു. അവന്റെ വജ്ഹ് നോക്കാനുള്ള ഭാഗ്യം അവർക്ക് കിട്ടുന്നു. അള്ളാഹുവിന്റെ ഖുർബ്, അവന്റെ സാമീപ്യം, അത് അങ്ങനെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ് അള്ളാഹ് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും, എല്ലാ യൗമുൽ ജുമുഅകളിലും ഇതേ കാര്യം പിന്നെ ആവർത്തിക്കുന്നു. അവർക്ക് കിട്ടിയാൽ പിന്നെ അത് മുറിയില്ല, പിന്നെ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ലാസവാൽ വലങ്കിത്താൻ, അത് നീങ്ങിപ്പോകൂല, അത് നിലച്ചു പോകില്ല. അപ്പൊ ഇതൊക്കെ അതിന്റെ ഭാഗത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഏത് മസീദ് എന്ന് പറഞ്ഞതിൽ പെട്ടിട്ടുള്ളതാണ് തമത്തുൽ ബിസമാഇ കലാമി വത്തനഉമു. തനഉം, ആ നിഅമത്ത് ആസ്വദിക്കുക, അത് അനുഭവിക്കുക, അത് ആസ്വദിക്കുക. ഏത് നിഅമത്ത്? ബിഖുർബിഹി, അവന്റെ സാമീപ്യം. ബിസുൽഫാഹു വഖുർബിഹി, അല്ലാഹുമായുള്ള അടുപ്പം, അവരുമായിട്ടുള്ള സാമീപ്യം. നസ്അലുല്ലാഹ തആല അൻ യജ്അലനാ മിൻഹും. നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുക അവരുടെ കൂട്ടത്തിൽ. അള്ളാഹുവിനെ, അവന്റെ വജ്ഹിനെ കാണാൻ ഭാഗ്യം ലഭിക്കുന്ന, അവന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം ലഭിക്കുന്ന, അവന്റെ സാമീപ്യം ലഭിക്കുന്ന ആ നല്ലവരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുക. ഇതാണ് വലദൈനാ മസീദ്. അപ്പോഴാണ് അത് പൂർണ്ണമായത്. നോക്കൂ നിങ്ങൾ, ഉദ്ഖുലൂഹാ ബിസ്സലാം. മുത്തഖീങ്ങളായ ആളുകൾ, അവരോട് അള്ളാഹു വിചാരണ നാളിൽ, വിചാരണ ശേഷം അവരോട് പറയുന്നു, ഉദ്ഖുലൂഹാ ബിസ്സലാം. ഇനി നിങ്ങൾക്ക് ആപത്തുകളില്ല, ശുറൂറുകളില്ല, നിങ്ങൾ വെറുക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായ അമ്നിലാണ്. അങ്ങനെയുള്ള സലാമത്തോട് കൂടിയിട്ട്, ആ സലാമത്ത് മാത്രമല്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ മലക്കുകൾ അവരോട് സലാം പറയുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സലാം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എങ്ങും സമാധാനവും സുരക്ഷിതത്വവും ശാന്തിയും കളിയാടുന്നു. എന്നിട്ട് ആ സ്വർഗത്തിൽ അവരങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലഹും മാ യശാഊന ഫീഹ, അവർക്ക് എന്താണോ ആഗ്രഹിക്കാൻ കഴിയുന്നത് അത് മുഴുവനും അവർക്കുണ്ട്. ഏതു തരത്തിലുള്ളത് വേണമെങ്കിലും, എന്താണെങ്കിലും, എത്രത്തോളമാണെങ്കിലും അവർക്ക് അവിടുന്ന് കിട്ടും. വലദൈനാ മസീദ്. അതിനെല്ലാം പുറമെ അള്ളാഹു അവർക്ക് കൂടുതലായിട്ട് ബോണസും നൽകും. അത് എന്തൊക്കെയെന്ന് പറയാൻ കഴിയില്ല. അത് അള്ളാഹിന്റെ വർധനവുണ്ടായിരിക്കും എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ കണ്ണും കാണാത്ത, ഒരു മനുഷ്യന്റെ ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്നോളം വരാത്ത കാര്യങ്ങളാണ്. ആ ഇനത്തിൽ അള്ളാഹു അധികമായി നൽകുന്ന കാര്യത്തിൽപ്പെട്ടതാണ് അന്നളറു ഇലാ വജ്ഹില്ലാഹിൽ കരീം വത്തമത്തുഉ ബിസമാഇ കലാമിഹി വത്തനഉമു ബിഖുർബിഹി. ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. നസ്അലുല്ലാഹ തആല അൻ യജ്അലനാ മിൻഹും, അവരിൽ ഉൾപ്പെടുത്താൻ നാം അള്ളാഹുവിനോട് ചോദിക്കുക. ഇനി അടുത്തത്, وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. അതേ സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊന്നും വകവെക്കാതെ പോയിട്ടുള്ള ആളുകൾ, ഇന്നൊന്നും വകവെക്കാതെ പോയിട്ടുള്ള ആൾക്കാർ, അവരുടെ അവസ്ഥ എന്താണ്? വക്കം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ,
ഖുർആനിൽ അള്ളാഹു ആവർത്തിക്കുന്ന ഒരു ശൈലിയാണിത്. കം, എത്രയാണ്. അപ്പൊ അതിന്റെ ആധിക്യത്തെ, അതിന്റെ വർധനവിനെയാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വർധനവിനെ സൂചിപ്പിക്കാൻ തഅജ്ജുബിന് വേണ്ടി കൂടിയാണ്. കം അഹ്ലക്ന, നാം നശിപ്പിച്ചിട്ടുള്ളത്. ഖബ്ലഹും, അവർക്ക് മുമ്പ്. അവർക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അൽ മുൻകിറൂന മിൻ ഖുറൈശ് വമൻ താബഅഹും. ഇവിടെ അവരോട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിട്ടുള്ള ഖുറൈശികളും അവരെ അനുയായികളുമാണ്. ആ നബിയെ കളവാക്കിയ ഖുറൈശികൾ, അവരുടെ അനുയായികള്, ഇവര് മുൻകിരീങ്ങളിൽ, നിഷേധികളിൽ ഇവർ ആദ്യത്തവരൊന്നും അല്ല. നബിമാരെ കളവാക്കിയിട്ടുള്ള മുക്കദ്ദിബീങ്ങൾ, മുൻകിരീങ്ങൾ അത് ധാരാളാണ്. മനുഷ്യ ചരിത്രത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത അത്ര നിഷേധികൾ ഉണ്ടായിട്ടുണ്ട്. അവരാണ് കൂടുതൽ. നബിമാർ അംഗീകരിച്ചവരും സ്വീകരിച്ചവരും വളരെ വിരളമാണ്, കുറവാണ്. എന്നാൽ നിഷേധിച്ചവരും കളവാക്കിയവരുമാണ് കൂടുതൽ. അവരെത്ര എന്ന് നിങ്ങൾ കണക്കെടുക്കാൻ നോക്കിയാൽ തീർന്നു കിട്ടൂല, അത്രത്തോളം ഉണ്ട്. അപ്പൊ അത് അത്ഭുതപ്പെടണ്ട. അത് നിങ്ങൾ എവിടെ മാറ്റി നോക്കിയാലും അത് കിട്ടും. കാരണം മനുഷ്യൻ എവിടെയൊക്കെ താമസിച്ചിടത്തൊക്കെ മനുഷ്യരിൽ മഹാഭൂരിഭാഗവും അള്ളാനെ മാത്രം ആരാധിക്കുന്നവരായി, അവരെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഖാലിഖ് മാലിക് മുദബ്ബിറായ അള്ളാഹ്ക്ക് പുറമെ ഈ തരത്തിലുള്ള ദേവന്മാരെയും ദേവിമാരെയും മൂർത്തികളെയും ഒക്കെ ആരാധിക്കുന്ന മുൻകിരീങ്ങളാണ്, മുക്കദ്ദിബീങ്ങളാണ് മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഈ പുരാവസ്തു ഗവേഷണം അല്ലെങ്കിൽ ഖനനം എന്ന് പറയുന്നത് എവിടെ നിങ്ങൾ ചെയ്താലും അവിടെ നിങ്ങൾക്ക് മനുഷ്യന്റെ തലയോട്ടി കിട്ടുന്നുണ്ടോ അവിടെ നിങ്ങൾക്കൊരു വിഗ്രഹത്തിന്റെ അവശിഷ്ടം കിട്ടാതിരിക്കൂല. അത് അള്ളാഹ് ചോദിക്കണതന്നെ നിങ്ങൾ നോക്കി. വക്കം, മനുഷ്യന്റെ നാഗരികത എവിടെയൊക്കെ വികസിച്ചു വന്നിട്ടുണ്ടോ അവിടൊക്കെ അങ്ങനെയാണ്. ഈ മനുഷ്യന്മാരിൽ മഹാഭൂരിഭാഗവും അങ്ങനെയാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ, ഒരു നബി വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേമാതിരി നിൽക്കും. ആ നബി പോയി ഉടനെ തന്നെ അവരെ റിവേഴ്സ് അടിക്കും. ഉടനെ റിവേഴ്സ് അടിക്കും. ഏറ്റവും ആദ്യം ജനങ്ങൾ വ്യതിചലിച്ചു പോകുന്നത് തൗഹീദിലും ബഅസിലുമായിരിക്കും. അള്ളാന്റെ ഏകത്വത്തിൽ നിന്ന് അവർ വ്യതിചലിക്കും. അതുപോലെ തന്നെ ബഅസുണ്ടാകുമോ എന്ന കാര്യത്തിൽ അതിനെ വളച്ചൊടിച്ച് തിരിച്ചൊടിച്ചിട്ട് ശരിയായ രൂപത്തിലുള്ള ബഅസിലുള്ള വിശ്വാസം, അതിൽ നിന്ന് ജനങ്ങൾ തെറ്റിപ്പോകും. ഖുർആനിന്റെ പ്രതിപാദന രീതി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നാം ഒരു നബിയെ അയച്ചു. ആ നബി വന്നിട്ട് അവരെങ്ങനെ പ്രബോധനം ചെയ്ത് ശരിയാക്കി അയാളങ്ങ് പോകുമ്പോ ഇതേമാതിരി കൊളച്ചണ്ടി നീങ്ങണമാതിരി വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് തന്നെയാണ് കയറി വന്നു. അവർ അള്ളാന്റെ ഏകത്വം തള്ളി പറഞ്ഞു. അവർ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ചു പറഞ്ഞു. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. അള്ളാന്റെ ഏകത്വത്തെ നിഷേധിച്ചാൽ പിന്നെ തൊട്ടടുത്ത് വരുന്നത് അവർക്ക് തോന്നിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുക എന്നുള്ളതാണ്. ആ വിഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളും ആ വിഗ്രഹങ്ങളെയും അവരെയും കൂടി ധിക്കാരം അത്രയും മുഴുത്തു പോകുമ്പോൾ ഇനി അവരെ നന്നാക്കിയെടുക്കാൻ പറ്റൂല എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അങ്ങ് നശിപ്പിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ. അവർക്ക് മുമ്പ് ഈ ഖുറൈശികൾ, അവരെ പിന്തുടർന്നിട്ടുള്ള മുക്കദ്ദിബീങ്ങൾ, നിഷേധികൾ, അവര് മാനവ ചരിത്രത്തിൽ ആദ്യത്തെ വിഭാഗമല്ല. കളവാക്കുന്ന നിഷേധികളായ നിഷേധികളുടെ ആദ്യത്തെ ഒരു ഉദാഹരണമല്ല ഖുറൈശികൾ. അവർക്ക് മുമ്പ് എത്ര മിൻ ഖർനിൻ, എത്ര തലമുറകളെയാണ്. ഒന്നും രണ്ടും വ്യക്തികളല്ല, തലമുറകൾ. ഇതാണല്ലോ ഖുർആനിൽ നമ്മുടെ മുമ്പിൽ ഖുർആനിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് അതാണല്ലോ. ഖുർആനിലെ ചരിത്രാഖ്യാനം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, വേറൊന്നല്ല. നബിമാര് അവരുടെ പ്രതിയോഗികളുമായി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. അവരെ പ്രബോധനം ചെയ്യുന്നു, നന്നാക്കാൻ വേണ്ടി പിന്നാലെ നടക്കുന്നു. അവസാനം നന്നാവില്ല എന്നുറപ്പാകുമ്പോ ഈ നബിമാരെ തന്നെ അവർക്കെതിരിൽ പറയുന്നു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഇവരെന്നിവിടെ വിട്ടിട്ടൊരു കാര്യമല്ല റബ്ബേ. ഏതെങ്കിലും നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരെയും കൂടി ഇവർ വഴിപിഴപ്പിക്കും.
വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. ഫാജിരിങ്ങൾ കഫാറുകളായിട്ടുള്ള ആളുകളല്ലാതെ ഇനി അവരിൽ നിന്ന് ജനിച്ചു വരിക പോലും ചെയ്യൂല. എത്ര പെട്ടെന്നാണെന്നറിയോ അവർ സത്യത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന ആ പോക്ക് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ നോക്കി നിൽക്കായിരിക്കും. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, 70 വർഷം ത്യാഗം ചെയ്തുണ്ടാക്കിയതാണ് തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനം. ഖബറാരാധനയിൽ നിന്നും മറഞ്ഞവരെയും മൺമറഞ്ഞവരെയും അതുപോലെ തന്നെ മറഞ്ഞവരെയും മരിച്ചുപോയവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന, ഖബറിലുള്ള ആളുകളെ ആരാധന ചെയ്യുന്ന, മഹാന്മാരെയും പുണ്യാത്മാക്കളെയും ദുആ ചെയ്യുന്ന ഈ കാര്യം തെറ്റാണ് എന്നുള്ളതായിരുന്നു നദ്വത്തുൽ മുജാഹിദീന്റെ പ്രബോധനം. വേറെ കാര്യങ്ങളിലേക്കൊന്നും അവർ പോയിട്ടില്ല. ദീനിനെ അതിന്റെ സമഗ്രതയിൽ, അതിന്റെ സാകല്യത്തിൽ കാണാൻ അവർക്ക് പറ്റിയിട്ടുമില്ല. അവര് ഫോക്കസ് ചെയ്ത ആ കാര്യത്തിൽ നിന്ന് അവരെ ഓഫീസൊക്കെ ഒന്നുകൂടി മോടി പിടിപ്പിച്ച് ഒന്നുകൂടിയൊക്കെ അവർക്ക് ഒന്നല്ല രണ്ടല്ല രണ്ടോ മൂന്നോ ഓഫീസുകൾ അവർക്ക് ഉണ്ടായപ്പോ അവരിലെ ഏറ്റവും വലിയ പ്രബല വിഭാഗം അതിൽ നിന്ന് ഒരു ന്യായം പറഞ്ഞിട്ടാണ് പുറത്തിയാടിയത്. നിങ്ങൾ കണ്ടില്ലേ? ജിന്നിനോട് ചോദിക്കാം. ഇപ്പൊ ജിന്നിനോട് ചോദിച്ച കഥകളാണ് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. തിരൂരങ്ങാടിയുള്ള ഒരുത്തനതാ വിളിച്ചു പറയണം. അവർ വളർത്തിയെടുത്തിട്ടുള്ള ഒരു മുത്ത് സംഭവം ഒന്നുമില്ല, ഒരാൾ പോലും എന്ന് ഒഴിവില്ല. ഏത് വലിയമാരും ഏത് പഴയ ആൾക്കാരും ഏത് പുതിയ ആൾക്കാരും ഓരൊക്കെ ഈ പറയണ ഈ ജിന്നിനോട് സഹായം ചോദിക്കാനും അത് റുഖിയ എന്നുള്ള പേരിലാണ്. റുഖിയ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ആണിനെയും ഓരോ പെണ്ണിനെയൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിട്ടും പെരീക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരീക്ക് കൊണ്ടുവരാൻ കിട്ടണില്ലെങ്കിൽ ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇതിന്റെ പേര് പറയരുത്, അത്രയേ ഉള്ളൂ. ആരതൊക്കെ ചെയ്യണത് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്ര പെട്ടെന്ന് എങ്ങനെ സാധിച്ചു നിങ്ങൾക്കിത്? ഇത് അതിന്റെ സ്വഭാവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് കുറച്ചും കൂടിയൊക്കെ ഒരു ഇത് നിലനിന്നിട്ടുണ്ട്. മുൻകാല നബിമാരിൽ അത്രയില്ല. അവർ പോകുന്ന മുറക്ക് തന്നെ അവർ തിരിച്ചു പോകും. ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ വദിറഅൻ ബിദിറഅ. നിങ്ങൾ നിങ്ങളുടെ പൂർവിക സമുദായങ്ങളെ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് പിന്തുടരും. അവര് ഉടുമ്പിന്റെ മാളത്ത് കയറിയാൽ നിങ്ങളും പോയി. എന്താ ഉടുമ്പിന്റെ മാളത്തിൽ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവില്ല. ഇത് ജിന്നിനോടുള്ള സഹായം ചോദിക്കലല്ലേ, മറിഞ്ഞവരോടുള്ള സഹായം ചോദിക്കലല്ലേ, ഏത് കാര്യത്തിനും സഹായം ചോദിക്കാൻ അള്ളാഹിനോടല്ലേ പറ്റുള്ളൂ. ഇതല്ലേ ഇതുവരെ പറഞ്ഞത്? ഇതല്ലേ നെഞ്ഞത്ത് സ്പന്ദിക്കുന്ന ഹൃദയത്തിനു മീതെ കൈവച്ചിട്ട് 17 തവണ പറയേണ്ടത് ഇതല്ലേ എന്നീ മനുഷ്യന്മാർ ആലോചിക്കൂല. പിശാചവർ മറപ്പിച്ചു കളയും. അത്ര പെട്ടെന്ന് റിവേഴ്സ് അടിക്കുന്ന ഒരു സംഗതിയാണ് അത്. അതൊരു പാഠമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയൊരു വിഭാഗത്തിന്റെ തിരിച്ചുപോക്ക് അത് മനുഷ്യ ചരിത്രത്തിന്റെ ആവർത്തനമാണ്. ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ്. അത്ഭുതപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് അത്ഭുതപ്പെട്ടോളി. ആരെങ്കിലും അങ്ങനെ നശിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം തേടേണ്ട, നശിക്കലേ ഉള്ളൂ അവിടെ. അതാണ് ഇവിടുത്തെ പതിവ് ചര്യ. ആരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതിൽ മൂക്കത്ത് വരലൊക്കാം, അതിൽ അത്ഭുതപ്പെടാം, അത്രയേ ഉള്ളൂ. ഹും അശദ്ദു മിൻഹും ബത്ഷൻ. ആ തലമുറകളൊന്നും പോയത്തക്കാരായിരുന്നില്ല. ദുനിയാവിന്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇവരെക്കാളെല്ലാം ശക്തരായിരുന്നു അവര്. അശദ്, കൂടുതൽ ശദീദായിരുന്നു, കഠിന ശക്തിയും കാഠിന്യവും ഉള്ളവരായിരുന്നു. ബത്ഷൻ എന്ന് പറഞ്ഞാൽ കായിക ബലത്താൽ, ബത്ഷ എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് നേരെ വാക്കിന്റെ അർത്ഥം. കൈകൊണ്ട് പിടികൂടുന്നതിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കായിക ശേഷിയിൽ ഇവരെക്കാളും എത്രയോ മുൻപന്തിയിലായിരുന്നു. ആദിനെടുത്ത് നോക്കൂ, സമൂദിനെടുത്ത് നോക്കൂ, ഫിറഔനിന്റെ ആൾക്കാരെടുത്ത് നോക്കൂ. അവരൊക്കെ ഇന്നുള്ള ജനങ്ങളെ പോലെയാണോ? അല്ല. പിരമിഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ അവർ ആ തരത്തിലുള്ള കല്ലുകൾ ആ രൂപത്തിൽ പെറുക്കി വെച്ചിട്ട് അങ്ങനെ ഉയർത്തി എന്നുള്ളത്, അതുകൊണ്ടാണല്ലോ ലോകമഹാത്ഭുതത്തിന്റെ കൂട്ടത്തിൽ എണ്ണുന്നത്. അതിനെ കുറിച്ചൊക്കെ പറയുന്നിടത്ത് കാന്നഹും അഅ്ജാസു നഖ്ലിൻ ഖാവിയ,
അവര് അള്ളാഹിന്റെ ശിക്ഷ വന്നപ്പോൾ അവരവിടെ മറിഞ്ഞു വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ ഈത്തപ്പന തടികൾ പുഴങ്ങി വീണതാണോ തോന്നും. ആ ജാതി ഭീമന്മാരായ മനുഷ്യന്മാരായിരുന്നു. അവര് ഭൂമിയെ ഇളക്കി മറിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നൊന്നും അതുപോലെ മളക്കി മറിച്ചിട്ടില്ല എന്ന് പറയണം. അതിനു മാത്രം ഭൂമിയെ അവർ ഇളക്കി മറിച്ചിട്ടുണ്ട്. ഭൂമിയെ നാഗരികതകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അത്രത്തോളം ഭൂമിയെ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഫനഖബു ഫിൽ ബിലാദ്, ആ വാക്ക് പ്രത്യേകം പരിചയപ്പെടേണ്ട ഒരു വാക്കാണ് കേട്ടോ. ഫനഖബു ഫിൽ ബിലാദ് എന്ന് പറയുന്നത്. നഖബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഹദീസിൽ കാണും, ദജ്ജാലിനെ പറ്റി പറയുന്ന ഹദീസ് വരുന്നിടത്ത് മദീനയിലേക്കുള്ള ഓരോ നഖബിലും അങ്കാബുകളിൽ മലായിക്കത്തുകൾ ഊരിയ വാളുമായി കാവൽ നിൽക്കും എന്ന് പറയുന്നിടത്ത് ഈ വാക്കുദ്ധരിക്കുന്നുണ്ട്. അല അങ്കാബിഹ മലായിക്ക, മദീനയുടെ വഴി, മദീനയിലേക്ക് കയറാനുള്ള എല്ലാ വഴികളിലും മലക്കുകൾ കാവലുണ്ടായിരിക്കും ഊരിപ്പിടിച്ച വാളുമായിട്ട്. അവൻ പല വഴിയിലൂടെയും വന്നു നോക്കും, എവിടെയും കയറാൻ പറ്റൂല. അവൻ സബ്ഖ വരെ വരും, പക്ഷെ കയറാൻ പറ്റൂല. അവിടെയൊക്കെ മലക്കുകൾ ഉണ്ടാവും. അവിടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നഖബ് എന്നുള്ളത്. നഖബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്വരീഖ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കിച്ചോ. അപ്പൊ നഖബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലറബൂ ഫിൽ അർദ് ഐ സാറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിച്ചു എന്നാണ് ഇപ്പൊ വാക്കിന്റെ അർത്ഥം കിട്ടുക. പിന്നെ തൻഖീബ്, നഖബ യുനഖിബു എന്ന് പറഞ്ഞ മാന്തി പൊട്ടിക്കണീനാണ് പറയാ. ഖനനം ചെയ്യുന്നതിന് തൻഖീബ് എന്നാണ് ഇന്ന് പറയാ. എക്സ്കവേറ്റ് ചെയ്യുന്നതിന്, ഖനനം ചെയ്യുന്നതിന് തൻഖീബ് എന്നാണ് പറയാ. ഫനഖബു ഫിൽ ബിലാദ്, അവർ നാട്ടിലൂടെ തെക്കും വടക്കും സഞ്ചരിച്ചവരാണ്. എന്നിട്ട് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ നാട്ടിലൂടെയുള്ള തലങ്ങും വലങ്ങുമുള്ള സഞ്ചാരവും അവിടെ നിന്ന് ഏതെല്ലാം രൂപത്തിൽ അവർക്ക് നാഗരികതകൾ വികസിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുന്നതിനാണ് നഖബു ഫിൽ ബിലാദ്. അതൊരു പുതിയ പദമാണ്, ഇതൊരു പഴയ പദമാണ്. ഇതിനൊരു വലിയ ആശയമുണ്ട്. ഇത്രയും വലിയ ആശയങ്ങളെല്ലാം കൂടെ ആ വാക്കിൽ ഒതുങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. ആ വാക്ക് ഖുർആനിന്റെ വാക്ക് ഒരു അത്ഭുതമുള്ള വാക്കാണ്. അപ്പൊ ഒരു നാട്ടിലൂടെ വലങ്ങും തലങ്ങും സഞ്ചരിച്ചു. അവര് നാട് കൊഴിച്ചു നോക്കി. അവര് നാട്ടിൽ വലിയ 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 എടുപ്പുകൾ ഉണ്ടാക്കി. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. അതേമാതിരി തന്നെ അവര് വെർട്ടിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ട്. അവരുണ്ടാക്കിയിട്ടുള്ള പിരമിഡുകൾ നിങ്ങൾ നോക്കൂ. അവരുണ്ടാക്കിയിട്ടുള്ള പല നാടുകളും യൻഹത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ, വേറെ ആർക്കും അവരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒന്നിനും അവരെ തകർക്കാൻ പറ്റാത്ത വിധം മലകളിലെ പാറകൾ തുരന്ന് അവർ വലിയ സൗധങ്ങൾ, വലിയ മണിമാളികകൾ പടുത്തുയർത്തുന്നവരായിരുന്നു അവര്. അങ്ങനെ നാനാവിധ സാധ്യതകളും പരിശോധിച്ച എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും അപാരമായ എക്സ്പ്ലോറേഷൻ വേറെ ഇല്ല. അവരുടെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ അവർ കറങ്ങിയതുപോലെ വേറെ ആരും കറങ്ങിയിട്ടില്ല. അങ്ങനെ അത്രയും കായിക ശേഷിയുള്ള, അത്രയും ഇങ്ങനത്തെ വികസനത്തെ സംബന്ധിച്ച് വികസന ത്വരയുള്ള മറ്റൊരു വർഗം വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവരെയാണ് അള്ളാഹ് ഇങ്ങനെ തുടച്ചങ്ങ് കളഞ്ഞത്. ഹൽ മിൻ മഹീസ്, അവർക്ക് അള്ളാഹിന്റെ ശിക്ഷ വന്നപ്പോൾ അവർക്ക് ഓടി രക്ഷപ്പെടാൻ വേറൊരു സ്ഥലം കിട്ടിയോ? ഹാസ്വ യഹീസു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒന്നും തെറ്റി നിൽക്കുക, ഒന്ന് മാറി നിൽക്കുക. ഒരു അപകടം വരുമ്പോ, ഒരു ആപത്ത് വരുമ്പോ, ബസ്സിന്റെ ഇടിക്കാൻ വരുമ്പോ അവിടുന്ന് ഒന്നും തെറ്റിയാൽ കഴിച്ചിലാവും. ഒന്നും മാറി നിൽക്കാൻ, അങ്ങനെ മാറി നിൽക്കാൻ, തെന്നി നിൽക്കാൻ, രക്ഷപ്പെടാൻ ഒരു രക്ഷാകേന്ദ്രം അവർക്കുണ്ടായിരുന്നില്ല. ഒരു വലിയോലായിരുന്നു. എവിടെയും കയറി ചെന്നവരാണ്, വടക്ക് തെക്ക് പോയവരാണ്, സാധ്യതകൾ പരിശോധിച്ചവരാണ്, ഒഴിച്ചവരാണ്, കയറിയവരാണ്, എല്ലാമാണ്. പക്ഷെ അള്ളാഹിന്റെ ശിക്ഷ വന്നപ്പോൾ അവർക്കൊന്ന് തെന്നി നിൽക്കാൻ, രക്ഷപ്പെടാൻ ലാ മഫർ വലാ മഹീസ് വലാ മഹീസ് ഒന്നും അവർക്കുണ്ടായിരുന്നില്ല. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അതിൽ ഒരു നല്ല റിമൈൻഡർ ഉണ്ട്. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബ്, ഹൃദയമുള്ള ഏതൊരു മനുഷ്യനും, ഔ അൽഖ സമഅ, അല്ലെങ്കിൽ ഈ പറയുന്നത് കേൾക്കാൻ ചെവി നൽകുന്നവന്,
വഹുവ ഷഹീദ്, അവൻ ഷഹീദാണ്. അവന് ഹുളൂറുൽ ഖൽബ്, ഹൃദയ സാന്നിധ്യത്തോടു കൂടി, ഹൃദയ സാന്നിധ്യം, ഹൃദയം നൽകി, ഹൃദയത്തിന്റെ സാന്നിധ്യം നൽകി ചെവി കൊടുക്കുന്ന ഒരുത്തന്, അല്ലെങ്കിൽ ഹൃദയമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശേഷിയുള്ളവന് ഇതിൽ വലിയൊരു ഉണർത്തലുണ്ട്. ഈ പഴയ കാലത്തെ ചരിത്രങ്ങൾ നിങ്ങളൊന്ന് ഒന്നായ വിറച്ചു നോക്കിയാൽ അത് മതി. ഇത് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.